അല്ല, വെള്ളക്കൊടിയില്ലേ, വെള്ളക്കൊടി. നിങ്ങൾ വെള്ളക്കൊടി പിടിക്ക്. വെള്ളക്കൊടിയുമായി പോയി പച്ചക്കൊടിയുമായി തിരിച്ചു വരുമ്പോഴേ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 പേര് വെള്ളക്കൊടി ഉയർത്തുക. വെള്ളക്കൊടി പിടിച്ച്, വെള്ളക്കൊടി പിടിച്ച്. ഈ 3-ാം ട്രാക്കിൽ പോട്ട് ശ്ലേഷം മുന്നോട്ട് വന്ന് മുളയ്ക്കൽ പോട്ട്. ഒരുപോലെ പിടിച്ച്, ഒരുപോലെ പോണം, ഒരുപോലെ. റെഡി റെഡി. എവിടെ വെള്ളം പിടിച്ചോ? ആനാരി, വെള്ളംകുളകര എത്തി. കരുവാറ്റ ശ്രീവിനായകൻ കടന്നു വരിക. കാരിച്ചാൽ 4 വള്ളവും ഈ സ്റ്റാർട്ടിംഗ് ചേമ്പറിനകത്ത് പ്രവേശിച്ച് ലോക്ക് ചെയ്യുക. വേഗം പിടിക്കുക. ആ സ്പീഡ് ബോട്ട് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ അവര് പച്ചക്കൊടിയുമായി തിരിച്ചിവിടെ വരും. വന്ന ഉടനെ തന്നെ 1-ാം ഹീറ്റ്സ് നമ്മൾ ആരംഭിക്കും. ആനാരി ലോക്കായോ? 1-ാം ട്രാക്കിലെ വെള്ളം കാറ്റാൻ മുന്നോട്ട് വിട്. അയച്ചോട് കാറ്റാന്. കാറ്റാന് വായിക്കോടുക. വായിക്കോട് ഇടാനാ പറഞ്ഞത്, വിടാനില്ല പറഞ്ഞത്. കാറ്റാൻ ആനാരി കുറച്ചുകൂടെ മുൻപോട്ട് വരണം. പിന്നെ അവിടെ ഇരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ? 1-ാം തുഴ ഇരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളെ നിർത്തേ. ഈ 3-ാം ട്രാക്കിലെ വെള്ളം കൂമ്പിന്റെ അത്രയും കൂടെ മുന്നോട്ട് വരണം. വിടാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ നോക്കിട്ടേ വിടത്തുള്ളൂ. കാറ്റാൻ മുന്നോട്ട് കൊടുക്കേ. ലോക്കായില്ല. ലോക്കായോ? മുന്നോട്ട് കൊടുക്ക. 4-ാം ട്രാക്കിലെ വെള്ളം കാരിച്ചാൽ കുറച്ച് മുമ്പോട്ട് വരണം. 2-ലെ വെള്ളം മുമ്പോട്ട് കയറിപ്പോയി കേട്ടോ. 1 മുമ്പോട്ട് കയറിപ്പോയി. 1 കറക്റ്റാണ്. 2 മുന്നോട്ട് കയറിപ്പോയി. കാരിച്ചാൽ ഇപ്പൊ നിൽക്കാൻ നിർത്തിക്കേ. പതുക്കെ ദേശം കൂടെ വരാനുണ്ട്. അവിടെ നിർത്തി. 2-ലെ വെള്ളം മുമ്പ് മുഴുവൻ മുന്നിലാണ്. വെള്ളം മുഴുവനല്ലേ? പുറകോട്ടെടുക്ക്. അവർക്ക് അങ്ങോട്ട് പോലെ ഒരു ബോട്ട് നിൽക്കുന്നതിന് പറയണം. ഇവിടെ സംസാരിക്കണ്ട. ആനാരി വെള്ളം ആ കൂമ്പ് മുന്നോട്ട് വേണ്ട. കൂമ്പിന്റെ അത്രയും നീളം മുമ്പോട്ട് വേണം. ആനാരി വെള്ളം ലോക്കായോ? കരുവാറ്റ ലോക്കായോ? അറിയത്തില്ല. 1-ാം ട്രാക്കിലെ വെള്ളം ലോക്ക് ചെയ്തോ? 2 ചെറുതിനെ പുറകോട്ടാക്കി കൊടുത്ത്. 2-ാം ട്രാക്കിലെ വെള്ളം പുറകോട്ടാക്കി കൊടുത്ത്. 3 നടുവിലെ പറമ്പ് ലോക്ക് ചെയ്യാൻ സഹായിക്കുക. പായ്പാറൻ നമ്പർ 2 പുറകോട്ട് വെള്ളമാക്കി കൊടുക്കാൻ. പുറകോട്ട് തൊഴിൽ കൊടുത്തേ. അബ്ദുൾ ജവാബ്, രാജീവ് പുറകോട്ട് മാറ്റി കൊടുത്തേ. നിങ്ങൾ മുന്നോട്ട് കളിക്കുന്ന കാര്യമില്ല. ഒരു കാര്യം നിങ്ങള് വള്ളത്തിലെ തുഴച്ചിൽക്കാരോട് നിശബ്ദമായിരിക്കുക, ശാന്തമായിരിക്കുക. മഴ പെയ്തും കാലാവസ്ഥ മാറി. നമ്മളിതെല്ലാം ക്യാമ്പിൽ വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തട്ടെ. നിങ്ങൾ ആരും ശബ്ദിക്കരുത്, സംസാരിക്കരുത്. നിങ്ങൾ ലീഡിംഗ് ക്യാപ്റ്റനോ നിലകാരോ പറയും. നിങ്ങൾ ആരും പരസ്പരം ഒച്ചയുണ്ടാക്കേണ്ട കാര്യമില്ല. അച്ചടക്കത്തോടുകൂടി സൈലന്റായി വള്ളത്തിലിരിക്കുക. മുഴുവൻ കായിക താരങ്ങളോടും നിങ്ങളൊന്ന് എന്നിട്ട് ആ ബാക്ക് വശം ലോക്കായോ ഇല്ലെന്ന് നമ്മുടെ പങ്കായക്കാർ കൈവയ്ക്കാൻ മതി. 1-ാം ട്രാക്കിലെ വെള്ളം ലോക്കായോ? ഓക്കെ. 2 ലോക്കായി. 3 ലോക്കായി. 4 ലോക്കായി. ഇനി 1-ാം ട്രാക്കിലെ വെള്ളം ലൂസ് ചെയ്തേ. 1-ാം ട്രാക്കിലെ വെള്ളം ലൂസ് ചെയ്തേ. 1-ാം ട്രാക്കിലെ വെള്ളം ലൂസ് ചെയ്തേ. 1-ാം ട്രാക്ക് മുന്നോട്ട് വരണം. 4 ഒത്തിരി മുന്നോട്ട് വരണം.
4 ലൂസ് ചെയ്യുക. ഒന്നാം ട്രാക്ക് മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക. നിർത്ത്. 1 ടൈറ്റ് ചെയ്യുക. 2 ലേശം മുന്നോട്ട് വിട്ടെ. 2 കുറച്ച് മുന്നോട്ട് വിട്ടെ. 2 മുന്നോട്ട് വിട്ടെ. രണ്ടാം ട്രാക്ക് മുന്നോട്ട് വിട്ടെ. മുന്നോട്ട് വിട്. വൈറ്റ് സോണിൽ കിടക്കട്ടെ. മുന്നോട്ട് വാ. നിർത്ത്. 3 ഓക്കെ ആണല്ലോ. 4 ഒരടി 1 അവിടെ കിടക്കട്ടെ. ആ വള്ളം ഫിനിഷ് ചെയ്ത് ടൈമിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ ടൈം ഇവിടെ റിസൾട്ട് കിട്ടിയാലേ നമ്മൾ വിടത്തുള്ളൂ. നിങ്ങൾ ഒരുപോലെ നോക്കി കിടക്കുക. ഈ വൈറ്റ് സോണിൽ ഫ്രണ്ടിൽ ചുവപ്പ് ലൈൻ കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് പ്രവേശിക്കരുത്. അതാണ് വൈറ്റ് സോണോ റെഡ് സോണോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വൈറ്റ് സോണിൽ ഒരുപോലെ നിർത്തിയേ നമ്മൾ വിടുകയുള്ളൂ. ഓക്കെ. ഒന്നാം ട്രാക്കിൽ വെള്ളം ഒരടി മുന്നോട്ട് വാ. ഒരടി അയച്ചു വിടും. ഒന്നാം ട്രാക്കിൽ വെള്ളം ഒരടി പോരട്ടെ. ദേശം കൂടെ പോരട്ടെ. റെഡ് റിബൺ കെട്ടുന്നിടത്ത് നിൽക്കണം. ഓക്കെ, അവിടെ നിൽക്ക്. 2 വാ. ഒന്ന് പുറകോട്ട് പോകുന്നു. ഇനി പുറകോട്ട് പോകുന്നു. ദേശം നിങ്ങളെ എങ്ങനെ തുടങ്ങി അയച്ചയച്ച് പിടിച്ചാലേ നിൽക്കത്തുള്ളൂ. ദേശം 2 ദേശം കൊണ്ടുവന്നേ. കൂമ്പ് മുന്നോട്ട് വേണ്ട. കൂമ്പ് കംപ്ലീറ്റ് മുന്നോട്ട് വരണം. 2 വരണം. അവിടെ നിൽക്കട്ടെ. ഇനി പുറകെ പോരുത്. 3 പറഞ്ഞാൽ അനുസരിക്കുക. 1 ഈ വൈറ്റ് സോണിന് അപ്പുറം പോകരുത്. വള്ളം പുറകോട്ട് 4 വള്ളം പിടിക്കുക. ആ വെള്ള ലൈൻ വെച്ചിരിക്കുന്ന അതിനാ. റിബൺ കഴിഞ്ഞിട്ട് വെള്ള ലൈൻ കണ്ടോ? അതിന് മുമ്പോട്ട് പോകുന്നത് ബോണസ് കൂടെ പോകും കേട്ടോ. ഉള്ള ബോണസ് കൂടെ കിട്ടുന്നത് ഇല്ലാതാക്കരുത്. രാജി പുറകോട്ട് പിടിച്ച് അവിടെ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ള ലൈൻ നിങ്ങൾ അവിടെ പൊട്ടിച്ചിടുന്നത് എന്തിനാ? പുറകോട്ട് പിടി. വൈറ്റ് സോണും റെഡ് സോണും വെച്ചിരിക്കുന്നത് അതിനാ. പുറകോട്ട് പിടി. ചുവന്ന റിബണിന്റെ പുറകെ ചുവന്ന റിബണിന്റെ പുറകെ വരണം. അല്ലാതെ സ്റ്റാർട്ടിംഗ് ഡിവൈസിലല്ല. അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറകോട്ട് പിടി. ഷാജി നടക്കത്തില്ല, അങ്ങനെയൊന്നും അടിക്കത്തില്ല. ഷാജിയാണ് ഇവിടെ പറയുന്നത് അടിക്കാനായിട്ട്. ഞങ്ങൾക്കറിയാം. ആ വള്ളം പുറകോട്ട് പിടി. അല്ല നിങ്ങൾക്ക് മാത്രമല്ല പ്രത്യേകത. ബാക്കി ചുണ്ടൻ വള്ളത്തിലേക്ക് പാലിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലേ? എന്ത് മര്യാദ ചെയ്തു? പുറകോട്ട് പിടിച്ച് 4 വള്ളം ആ വൈറ്റ് സോണിൽ കടന്നാലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇല്ല ഇത് ക്യാൻസൽ ചെയ്യും. വെറുതെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. വെറുതെ സമയം പൊക്കൊണ്ടിരിക്കുക. നിങ്ങളായിട്ട് സമയം കളയുക. പുറകോട്ടെടുക്കാൻ. ഒന്നാം ട്രാക്കിലെ വെള്ളം പുറകോട്ടെടുത്തേ. ചെല്ലിക്കാരൻ വള്ളം പുറകോട്ട് പിടിക്കണം. ഈ വെള്ള ഒന്നാം പുഴക്കാരിയുടെ അവിടെ വരണം. ഈ ചുരുൾ വരണം. ചുരുൾ അവിടെ ഒന്നാം തുഴക്കാരി ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ചുരുൾ വരണം. വെള്ളം വിടാൻ പറ്റുമോ? പുറകോട്ട് പിടി. ഈ 74 എഴുപത്തിനൊക്കെ പുറകോട്ട് പിടിക്കാൻ എല്ലാ വെള്ളവും പുറകോട്ട് പിടിക്കും. അല്ല നിങ്ങൾ കേൾക്കത്തില്ലെന്നാണോ? ക്യാൻസൽ ചെയ്യാം. ഞങ്ങൾ ഇത്രയും കടന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും ആണുങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ പറയിപ്പിക്കുമല്ലേ? അല്ലേ? ആണുങ്ങളുടെ ചുണ്ടൻ വെള്ളം വരെ പോയിട്ടും തന്നോടാ പറയുന്നത് പുറകോട്ട് പിടിക്കാൻ വെള്ളം. മനസ്സിലായില്ലേ? ആ 1-ാം നമ്പർ വെള്ളം പുറകോട്ട് പിടിച്ചു. ആ 2-3 കറക്റ്റ്. 1 1-ാം നമ്പർ പുറകോട്ട് പിടിച്ച് 1-ാം ട്രാക്കിലെ വെള്ളം പുറകോട്ട് പിടിക്കാൻ. പടിഞ്ഞാറേ പറപ്പൻ പുറകോട്ട് പിടി. ഇത് പിടിക്കാൻ. ഇത് അല്പം മുമ്പോട്ടാ. റെഡി സ്റ്റാർട്ട്. രാവിലെ നടന്ന ഹിൽസ് മത്സരത്തിൽ വള്ളങ്ങൾ ഹിൽസ് മത്സരം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 എന്നീ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കളികളുടെ ഫൈനൽ മത്സരമാണോ ഇനി നടക്കാനുള്ളത്? ശ്രദ്ധിക്കുക. ഫൈനൽ ഇന്ന് രാവിലെ നടന്ന ഹിൽസ് മത്സരത്തിൽ സമയം അതെ 2 മിനിറ്റ് താമസം കിട്ടാം.
പേരാണോ? 4:22 എവിടെയുള്ളവരോ ഒന്നറിയാൻ പാടില്ല. ജൈവം കളിച്ചിരുന്നാ പോയി ഫോണിലല്ലേ ഇതൊക്കെ പഠിക്കണം. വെള്ളം വലിക്കണ്ടത് വലിക്കണ്ടോ ഇവിടെ വലിക്കണ്ടോ വെള്ളം കൊണ്ടുപോകണേ. ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർ, MLA-മാരായ PP ചിത്തരഞ്ജൻ, മന്ത്രി P പ്രസാദ്, തോമസ് K തോമസ്, H സലാം എല്ലാവർക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഊഷ്മളമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ കാട്ടിത്തെക്കേതിൽ 1-ാം നമ്പർ ട്രാക്കിൽ 70-ാം നമ്പർ വള്ളം കാട്ടിത്തെക്കേതിൽ സായി സ്പോർട്സ് ഓഫ് ഇന്ത്യ, ശ്രീലക്ഷ്മി ജയപ്രകാശ്, നന്ദനാജി. 2-ാം ട്രാക്കിൽ 71-ാം നമ്പർ വള്ളം സാരഥി, പൊൻപുലരി ബോട്ട്, അനുശ്രീ അനിൽകുമാർ, സുബിൻ സുരേഷ്. എത്രയും പെട്ടെന്ന് വള്ളം ട്രാക്കിലോട്ട് കയറി പിടിക്കുക. നിങ്ങൾ മുന്നോട്ട് പോകണ്ട. 71 മുന്നോട്ട് പോകണ്ട, അവിടെ നിർത്തുക. ആ വൈറ്റ് സോണിൽ കിടക്കണം. ആ വെള്ള റിബൺ ചെയ്തിരിക്കുന്നുണ്ടോ? ഇനി അപ്പുറം പോകരുത്, വള്ളം പിടിച്ചു നിർത്തുക. പങ്കായക്കാരും ലീഡിങ്ങും ശ്രദ്ധിക്കുക. കാട്ടിൽ തെക്കേതിൽ ഒന്ന് തുഴഞ്ഞു വന്നേ ഒന്ന്. എവിടെ പോയി കിടക്കുമായിരുന്നു? സമയം പോവുക. മുന്നോട്ട് പോവാ. ഫൈനലാണ് കേട്ടോ, ഫൈനലാ നിങ്ങളുടെ തറവള്ളങ്ങളുടെ ഫൈനൽ. കയറി വന്ന് എന്നെ പുറകോട്ട് പിടിക്കണ്ട. നിങ്ങൾ കയറി വന്ന് ഇത് ടച്ച് ചെയ്ത് നിൽക്കുക. വൈറ്റ് സോണി വരിക, റെഡ് സോണിലോട്ട് പോകാതെ വൈറ്റ് സോണി കയറുക. കയറുക, മുന്നോട്ട് വാ. 70-ാം നമ്പർ വള്ളം മുന്നോട്ട് പിടിച്ച്, മുന്നോട്ട് പിടിക്ക്. തൊഴയണ്ട. പതുക്കെ വരും. ഹോൾഡ് ചെയ്ത് നിൽക്കുക, ഹോൾഡ് ചെയ്ത് പതുക്കെ വാ. മുന്നോട്ട് പോകണ്ട.
പോയിട്ട് ഇച്ചിരി മുന്നോട്ട് കേട്ടോ. പറയാം ഇത് ഈ സാറിന് വെള്ളം ഇച്ചിരി പുറോട്ട് വെക്കട്ടെ. 71 പുറോട്ട് വെക്ക ഇച്ചിരി. 70 നിർത്തിയിട്ട് പുറകോട്ട് പിടി. സാരഥി പുറകോട്ട് പിടിച്ചേ. പുറകോട്ട് പിടിച്ച് നിർത്തിയിട്ട്. ആ വൈറ്റ് സോണിനപ്പുറം പോകരുത്. ഈ വൈറ്റ് സോണിനപ്പുറം പോകരുത്. സാരഥി നിർത്ത്. രണ്ട് നിർത്തിക്ക്. ഹോൾഡ് ചെയ്ത് കാട് വെക്കാതെ മുന്നോട്ട് പോകുന്നത്. ബാക്കിട് മറ്റേ വെള്ളം 1ാം ട്രാക്കിൽ കിടക്കുന്ന വെള്ളം പുറകോട്ട്. കാട്ടിൽ തെക്കിയതിൽ എങ്ങോട്ട് പോവുക? ആ വൈറ്റ് സോണിനപ്പുറം പോകരുത്. പുറകെ കിടക്കുക. ഇപ്പൊ വന്നിട്ട് മുന്നിൽ കയറി കിടക്കുക. എന്തോ ഇത് നാട്ടിലെ പെണ്ണുങ്ങളെ പറയിപ്പിക്കാവാ. അനുസരണ ഉള്ളവരാന്ന് പറ. അങ്ങനെ നിർത്തി കാണിച്ചു കൊടുക്കുക. കാട്ടിൽ തെക്കിയതിൽ ലേശം കൂടെ പുറകോട്ടിറക്ക്. ആ ലേശം കൂടെ പുറകോട്ട് വിടട്ടെ. അല്പം കൂടി ലേശം. ആ കുറച്ചുകൂടെ പൊടിക്ക്. റെഡി സ്റ്റാർട്ട്. ശ്രദ്ധിക്കുക. ഡിവൈസ് സമയമില്ല. ഇതിന് സമയമില്ല. കുറേ വിട്ടാൽ മതി. വേഗം 4 വെള്ളവും പെട്ടെന്ന് കയറുക. ഈ രണ്ടായിട്ടാ വായിക്കണം. ഒരു ഒടിവുണ്ട്. ഞാൻ ചെയ്തിരുന്ന പണിയായിരുന്നു. നമുക്കറിയാം. റിപ്പോർട്ട് ചെയ്യുക. ഗോകുലത്ത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഫൈനൽ മത്സരം ആരംഭിക്കേണ്ട സമയം അതിക്രമിക്കുന്നു. ഹീസ് മത്സരം രാവിലെ കഴിഞ്ഞതല്ലേ? ഇവിടെ ഒന്നും കിടക്കണമായിരുന്നു. നമ്മുടെ സമയം അതിക്രമിക്കുന്നു. 4ാമത്തെ ട്രാക്കിൽ വടക്കുംപുറം ഇവിടെ വന്ന് കിടക്കട്ടെ. ഈ വൈസോൺ വന്ന് കിടക്കട്ടെ. ആ ട്രാക്കിനകത്ത് വന്നിട്ട് ഈ വൈസോൺ വന്ന് കിടക്കട്ടെ. രാവിലെ നിങ്ങൾ ഞങ്ങളോട് നല്ല സഹകരണം തന്നതാ. ഇവിടെ വന്ന് കിടക്കട്ടെ. അന്തരീക്ഷം കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഇടവേള ഒഴിവാക്കിയത്. വളരെ വേഗം നമുക്ക് ഫൈനൽ മത്സരം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഗോകുലത്ത് എത്രയും പെട്ടെന്ന് റെഡിയായി വരിക. മറ്റു 3 കൊല്ലങ്ങൾ റെഡിയായി കിടക്കുകയാണ്. സമയം നഷ്ടപ്പെടുത്തുന്നത്. ഫൈനൽ മത്സരമാണ്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ വന്നാൽ വൈസോൺ കടന്ന് മുന്നോട്ട് പോകരുത്. രാവിലത്തേത് പോലെ രാവിലെ 16-18 കൊല്ലങ്ങളിൽ കൂടുതൽ അല്ലെങ്കിൽ സഭ ഏറ്റവും കുറച്ച് മറ്റ് 14 കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെ കായികക്ഷമത ഉള്ള 4 ക്ലബ്ബുകളാണ്. അതൊക്കെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത 4 കൊല്ലങ്ങളുടെ ഫൈനൽ മത്സരം. ഒന്ന് ഗോകുലത്തെ. ഗോകുലത്ത് കറങ്ങിയോട് വന്നേ. സ്റ്റാർട്ടിംഗ് പോയിന്റ് പുറകിൽ വന്ന് കിടക്കണമായിരുന്നു. അതിനുശേഷം ഇരുട്ടുകുത്തി ഭൂമിയോട് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ നടന്ന ഹീസ് മത്സരങ്ങളിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 സ്ഥാനം കരസ്ഥമാക്കിയ കളിമുള്ളയുടെ ഫൈനൽ മത്സരം. 1ാം ട്രാക്കിൽ തുരുത്തിപ്പുറം ശ്രീമാൻ വിജിത് AU തുരുത്തിപ്പുറം ബോൾ ക്ലബ് എറണാകുളം. 2ാം ട്രാക്കിൽ ഗോകുലത്ത് പുത്രൻ ശ്രീമാൻ അജിത് KM പൈനൂർ ദേശം ബോൾ ക്ലബ്. 3ാം ട്രാക്ക് നടക്കുന്ന വള്ളം ഒരു ലേശം മുന്നോട്ട് വിട്ടേ. ഗോകുലത്ത്
കയറുക ഒന്നാം ട്രാക്കിലെ വെള്ളം കയറി വന്നേ കയറി വന്നേ എവിടെ ഗോതുരുത്ത് നിങ്ങൾ താമസിച്ചത് പിന്നെ താമസിക്കുന്നത് ഒരുപോലെ പിടിച്ചേ 2 കറക്റ്റാണ് കിടക്കുന്നത്. പമ്പാവാസൻ കറക്റ്റാണ്. നിങ്ങൾ എങ്ങോട്ട് പോകണ്ട. 3-ാം ട്രാക്കിലെ വള്ളം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് ലേശം മുന്നോട്ട് പിടിച്ച് ആ വൈറ്റ് സോണിന്റെ അവിടെ നിർത്തിക്ക്. മതി, നിർത്തിക്ക് മതി. നിങ്ങളൊന്ന് ലേശം പുറകോട്ട് പിടിച്ച് വടക്കംപുറം കുറച്ചൊന്ന് പുറകോട്ട് പിടിച്ച്. ഇനി മുമ്പോട്ട് പോകരുത്. 1-ാം ട്രാക്ക് മുന്നോട്ട് പോകരുത്. ഗോതുരുത്ത് മുന്നോട്ട് പോകരുത്. പുറകോട്ട് പിടി. ഇവര് കിടക്കുന്ന പോലെ കിടന്നേ. 1-ാം ട്രാക്ക് പുറകോട്ട് പിടി. പോകരുത്. 2, 3 ഇനി പിന്നെ പോകരുത്. 1, 2, 3 ട്രാക്കിലെ വെള്ളം പുറകോട്ട് പോകണം. 1, 2 ഗോതുരുത്ത്, പമ്പാവാസൻ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 3 വള്ളവും പുറകോട്ട് പോകണം. ഇവര് കിടക്കുന്ന പോലെ വടക്കംപുറം കിടക്കുന്ന പോലെ കിടന്നേ. വടക്കംപുറം പിടിച്ചിട്ടിരിക്കുന്നുണ്ടോ? അതുപോലെ വന്നേ. ഒരുപോലെ വന്നാൽ വിടാം. ഫൈനൽ മത്സരമാണ്. അല്ല വടക്കംപുറം ഒത്തിരി മുമ്പോട്ട് പോയി. റെഡ് സോണിലോട്ട് കയറിപ്പോയി. വടക്കംപുറം 4-ാം ട്രാക്കിലെ വെള്ളം മുന്നോട്ട് പോയി. പുറകോട്ടെടുക്ക്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 പുറകോട്ട് പിടിക്ക്. പമ്പാവാസൻ പുറകോട്ട് പിടിക്ക്. കയറിപ്പോയി. 2-ാം ട്രാക്ക് പുറകോട്ട് പിടി. 2-ാം ട്രാക്ക് 60 ഒറ്റ തുറപ്പാട് പുറകോട്ടെടുത്തേ. 60 പുറകോട്ടെടുക്കാൻ. ഒന്നാം ട്രാക്കിലെ വെള്ളം ലേശം മുമ്പോട്ട് കയറട്ടെ. ഈ 60 4-ാം ട്രാക്കിലെ വെള്ളം പുറകോട്ടെടുക്കാൻ. എവിടെ പോവുക? വടക്കംപുറം പുറകോട്ടെടുത്ത്. ഇപ്പൊ എത്രമാത്രം മുന്നിലോട്ട് കയറി. പുറകോട്ടെടുത്ത് 3 റെഡി. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് ഫൈനൽ. 1-ാം ട്രാക്കിൽ 34-ാം നമ്പർ വള്ളം തുരുത്തിപ്പുറം. 2-ാം ട്രാക്കിൽ 42-ാം നമ്പർ വള്ളം ഗോതുരുത്ത് പുത്രൻ. 3-ാം ട്രാക്കിൽ 39-ാം നമ്പർ വള്ളം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. ഹലോ, ഞാൻ വന്നു.
ഇതല്ലേ ഇത് പോകുന്നത് അതിലങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാനാ ഫൈനലായിരിക്കും ഇനി. അവരെല്ലാ ദിവസവും ആക്കലായിരിക്കും. ശ്രദ്ധിക്കുക, ചുണ്ടൻ വള്ളംകൂടെ ഫീസ് മത്സരം അവസാനിക്കുകയാണ്. ചുണ്ടൻ വള്ളംകൂടെ 6ാം ഭാഗ മത്സരത്തിൽ 2 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇച്ചിരി മുന്നോട്ടെടുക്ക്. ആ റൈറ്റ് സോണി കയറാതെ വൈറ്റ് സോണി മാത്രം വന്ന് ടച്ച് ചെയ്ത് കിടക്ക്. നടുഭാഗം ലോക്ക് ചെയ്ത വിടുന്നു. നടുഭാഗം 2ാം ട്രാക്കിൽ ലോക്ക് ചെയ്യപ്പെടുന്നു. പുറോട്ട് കൊടുക്ക്. നോക്കായോ? വള്ളം പുറോട്ടിട്. നടുഭാഗം പുറോട്ടെടുത്ത്. നടുഭാഗം പുറോട്ടെടുക്ക്. അത് ക്ലോസ് ചെയ്യും. അത് നോക്കാൻ പോകണ്ട. അടച്ച് വരും. ഈ 1ാം ട്രാക്കിലെ വെള്ളം ഇച്ചിരി മുന്നോട്ട് വരാൻ പറഞ്ഞു കേട്ടില്ലേ? 1ാം ട്രാക്കിലെ വെള്ളം
ലോക്ക് ചെയ്യട്ടെ, കാണിച്ചാല് പുറകോട്ട് പിടിച്ചു കൊടുക്കും. ഇല്ല ഇല്ല, ലോക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. ഒന്നാം ട്രാക്കിലെ വെള്ളം അയച്ചു കൊടുക്ക. ലൂസി ഫ്രണ്ടി വരണം. പാണ്ടി ലോക്കായോ? ഇല്ല. ആ നിങ്ങൾ വള്ളം പുറകോട്ട് പിടിച്ചോളൂ. ഇങ്ങ് വന്നല്ലോ. ആ ചാറ്റൻ ഡിവൈസ് പൊളിക്കുവോ അത്? പാണ്ടി റെഡ് സോണിൽ കയറാതെ വൈറ്റ് സോണിൽ കിടക്ക. റെഡ് സോണിലോട്ട് പോകണ്ട, വൈറ്റ് സോണിലോട്ട് ഇറങ്ങിക്കിടക്ക. പുറകോട്ട് പിടിച്ചുകൂട്. ആയാപറമ്പ് പാണ്ടി ലീഡിംഗ് ക്യാപ്റ്റൻ. ആയാപറമ്പ് ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഉടനെ ആരംഭിക്കും. ഇടവേളയൊന്നുമില്ല, ഉടനെ ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ മത്സരമാണ് ഇടവേള. അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു ചുണ്ടൻവള്ളങ്ങളെല്ലാം കൂടുതൽ ടൈം കിട്ടുമെന്ന് കരുതരുത്. 5 മണിക്ക് തന്നെ അവസാനിപ്പിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. ഫൈനൽ മത്സരങ്ങളെല്ലാം ആരംഭിക്കും. ഈ ആയാപറമ്പ് പാണ്ടി ഇച്ചിരി മുന്നോട്ട് വന്നേ. ലോക്കായോ? ആയാപറമ്പ് പാണ്ടി ലോക്കായോ? കുറച്ച് ലൂസ് ചെയ്ത് കൊടുത്തേ. വിവരം ഓക്കെ. വിവരം മുന്നോട്ട് വേണ്ട. കറക്റ്റാണ് കിടക്കുന്നത്. അനങ്ങണ്ട. അത് കണക്ക് തന്നെ കിടന്നാൽ മതി. ആയാപറമ്പ് പാണ്ടി മുന്നോട്ട് പോകുന്നു. ടൈറ്റ് ചെയ്തേ. ആയാപറമ്പ് പാണ്ടി ടൈറ്റ് ചെയ്തു. പറയാം ഞാൻ. ടൈറ്റ് അവിടെ ലീഡിംഗ് ക്യാപ്റ്റന്മാർ ടൈറ്റ് ചെയ്ത് ആയാപറമ്പ് പാണ്ടി കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തേ. വൈറ്റ് സോൺ നിൽക്കട്ടെ. റെഡ് സോണും ഉണ്ട്. വൈറ്റ് സോണിൽ നിന്ന് റെഡ് സോണിൽ പ്രവേശിക്കാൻ പാടില്ല. അത് കൂമ്പിലിരിക്കുന്ന തൊഴിൽക്കാർക്ക് നന്നായിട്ട് അറിയാം. ഒരുപോലാണല്ലോ. നോക്കിയെങ്കിൽ റെഡി. ഫൈനല് മതിയടാ.